ഈ നരസിംഹം പക്ക കച്ചവടം തന്നെയാണ്. നരസിംഹം ഇപ്പോൾ രഞ്ജിതന്റെ ഇന്റർവ്യൂ തന്നെ അദ്ദേഹം പറഞ്ഞൊരു കാര്യം, ദേവാസുരം ഷാജി കൈലാസിന് പ്രിയപ്പെട്ട വിഷയമായിരുന്നു. അത് വെച്ചാൽ കണ്ടിട്ട് എനിക്ക് സംവിധാനം ചെയ്യാൻ പറ്റിയില്ലല്ലോ എന്ന് നിരാശ തോന്നിയ ഒരു സബ്ജക്റ്റാണ്. അപ്പോൾ അതിനൊരു അത് പക്ക കച്ചവട മൂല്യമുണ്ടെന്നുള്ള. ഇപ്പം നമുക്കിവിടെ ഒരു ഒരു നെസസിറ്റി ഉണ്ട്. അതിനുവേണ്ടി മോഹൻലാൽ മുണ്ടുടുക്കുക, മീശ പിരിക്കുക, അതിൻ്റെ പാശ്ചാത്തലം ഒരു ഗ്രാമമാവുക, ഇങ്ങനെയുള്ളതിൻ്റെ ഒരു മാക്സിമം പൊട്ടൻഷ്യൽ ഇവർ ആറന്മുളയിൽ അത് ഉപയോഗിച്ച് വിജയിച്ചു. ഉസ്താദിൽ ഡോസേജ് കുറഞ്ഞു പോയതുകൊണ്ട് വേണ്ട പോലെ ഒരു വിജയമായില്ല. പക്ഷെ നരസിംഹത്തിൽ വന്നപ്പോൾ പക്ക ഹെവി ഡോസിൽ ഈ തമിഴിലെ ഒരു പടയപ്പ പോലെ ഇവിടെ അത്തരത്തിലൊരു സ്കോപ്പ് ഉണ്ട് എന്നുള്ള ഒരു മാസ് ഓഡിയൻസിന് വേണ്ടിയിട്ടുള്ള ഒരു റീച്ചിൽ ഇത് ചെയ്ത. പക്ഷേ ഇതുണ്ടാക്കിയ വിജയം ഈ പല സോഫ്റ്റ് സംവിധായകരിൽ നിന്ന് മോഹൻലാലിനെ ഒരു അൺറീച്ചബിൾ ലെവലിലോട്ട് അങ്ങ് എത്തിച്ചു. ഇപ്പൊ സത്യനന്ദിക്കാട് അല്ലെ ശ്രീനിവാസൻ ചെറിയ ശ്രീനിയും വലിയ ലോകം എന്നുള്ള പ്രോഗ്രാമിലൊക്കെ ഇത് പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെയുള്ള ഒരുപാട് സംവിധായകർക്ക് അപ്രാപ്യനായി മോഹൻലാൽ. അദ്ദേഹവും മനുഷ്യനാണ്, ചിലപ്പോൾ അദ്ദേഹത്തിനും അതിൽ കോൺഫിഡൻസ് അല്ലെ ഓവർ കോൺഫിഡൻസ് ആയി കാണും. ഇപ്പൊ പ്രത്യേകിച്ച് രാവണപ്രഭുവും കൂടെ പഠിക്കണം. രാവണപ്രഭു ദേവാസുരത്തിന്റെ ഒരു തുടർച്ച ആയിരുന്നു. രാവണപ്രഭുവിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതിൽ അച്ഛൻ നീലകണ്ഠനെ വെച്ചത് സേഫാക്കി. അതിലാണ് ക്ലാസിക് ഫാമിലി വാല്യൂ ഇതും എല്ലാം ഉള്ളത്. അപ്പം എൻ്റെ അമ്മൂമ്മയ്ക്കൊക്കെ ആ അച്ഛൻ കഥാപാത്രത്തിനെയാണ് ഇഷ്ടം. അന്ന് അമ്മൂമ്മയൊക്കെ പറഞ്ഞ എനിക്ക് ഓർമ്മയുണ്ട്. എന്നാൽ നമ്മളെപ്പോലെ ഈ നരസിംഹ ആറന്തമ്പുരാൻ കണ്ട് ട്രെൻഡ് അടിച്ച ഈ ഫാൻഷിപ്പ് അല്ലെങ്കിൽ ദ ഫ്ലാംബോയന്റ് യങ് ഗ്രൂപ്പിന് കാർത്തികേയനുണ്ട് അവിടെ, നമ്മുടെ സവാരി ഗിരിഗിരി പറഞ്ഞുകൊണ്ട് ഇതാണ്. അപ്പോൾ മോഹൻലാൽ എന്ന നടനെ വളരെ പോസിറ്റീവായിട്ട് നോക്കുകയാണെങ്കിൽ അദ്ദേഹത്തിനെ ഒരു ബ്രാൻഡ് ആക്കിയത് ആ സിനിമയാണ്. അല്ല അദ്ദേഹത്തിന് ഒരു കൊമേഴ്ഷ്യൽ പ്രോഡക്റ്റ് എന്നുള്ള രീതി അദ്ദേഹത്തിൻ്റെ. പക്ഷെ അവർ അതിന് ശേഷം വന്ന സിനിമ ഇതിന് കുഴപ്പം പറ്റിയെന്ന് പറഞ്ഞാൽ ഇതിൽ രഞ്ജിത്ത് അവിടെ നിർത്തി. രഞ്ജിത്ത് എന്ന എഴുത്തുകാരൻ നരസിംഹം എഴുതുമ്പം തന്നെ ഷാജി കൈലാസിനോട് പറഞ്ഞിരുന്നതാണെന്നാണ് കേൾക്കുന്നത്. ഷാജി, നമ്മൾ ഈ ജോണറിൽ ചെയ്യുന്ന അവസാനത്തെ ചിത്രമായിരിക്കും ഇതെന്ന് എന്ന് അദ്ദേഹം പറഞ്ഞതാണ്. അദ്ദേഹം ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞു, നേരെ ഇന്റർവ്യൂവിൽ പറയുന്നത്. രാവണപ്രഭു എങ്ങനെ സംഭവിച്ചു, മോഹൻലാൽ കൊടുത്ത ഒരു കോൺഫിഡൻസിൽ അത് സംഭവിച്ചു. പക്ഷെ അതിനുശേഷം രഞ്ജിത്ത് ബുദ്ധിപരമായിട്ട് അത് അവിടെ നിർത്തി. പക്ഷേ ബാക്കി പലരും ഇതിൻ്റെ ചൂട് പിടിച്ചിട്ട് കുറേ ചവറുകൾ അതിൻ്റെ പുറകെ മോഹൻലാലിനെ മീശ പിരിച്ച്, മോഹൻലാൽ മീശ പിരിച്ചാലും മുണ്ട് കൊടുത്താലും ഓടത്തില്ല സിനിമകളെന്ന് തെളിഞ്ഞു കഴിഞ്ഞിട്ടുള്ള കാര്യമാണ്. നമ്മളത് വളരെ വ്യക്തമായി പിന്നീട് കണ്ടു ആ കാലം. പക്ഷേ രാവണപ്രഭു എന്ന് പറയുന്നതിൻ്റെ ഒരു മോഹൻലാൽ എന്ന ബ്രാൻഡ് അല്ല, ഈ ഒരാളുണ്ടെങ്കിൽ ഇത്ര ബിസിനസ് ഷുവറാണ്. സാറ്റലൈറ്റ്, ഓവർസീസ്, ഇങ്ങനെയുള്ള പല ഘടകങ്ങളും അതിനൊപ്പം കയറി വന്നു. അപ്പം അതിലുണ്ടാക്കിയ മറ്റൊരു ഇമ്പാക്റ്റ് എന്ന് പറഞ്ഞാൽ മോഹൻലാൽ എന്ന താരത്തിനെക്കാട്ടി കൂടുതൽ ഈ സിനിമയ്ക്ക് ക്യാപിറ്റൽ കൊടുക്കുന്ന തിയേറ്റർ ഓണേഴ്സും അവരും എല്ലാം മോഹൻലാൽ എന്ന താരത്തിനെ മതി, മോഹൻലാൽ എന്ന നടനെ ഒരു വെയിറ്റേജ് കുറയാൻ തുടങ്ങി. അവിടെയാണ് പിന്നീടുള്ള ഒരു കാലഘട്ടത്തിൽ ഒരു ചെറിയൊരു ക്ഷീണം വന്നത്. അപ്പോൾ രാവണപ്രഭു സിനിമ എന്ന രീതിയിൽ മികച്ച സിനിമ തന്നെയായിരുന്നു. രഞ്ജിത്തിന്റെ ആദ്യത്തെ ഉഗ്രൻ ഡയലോഗുകളും നമ്മുടെ സവാരഗിരിയിലും മാത്രമല്ല സിദ്ദിഖുമായിട്ടുള്ള ഇന്റർവെൽ സീൻസ്, ഗപ്പും ഇതുമൊക്കെ ഇന്നും ആഘോഷിക്കുന്ന ഇതായിരുന്നു. എന്താ പറയുന്നത്, അതൊരു ഒരു കലാശക്കൊട്ട് പോലായിരുന്നു ആ സിനിമ. കാരണം അതിൽ വന്ന് ഇപ്പൊ പിന്നീട് പുലിമുരുകൻ അല്ല അങ്ങനെയൊക്കെ ഇത് വന്നെങ്കിൽ ഈ ഡയലോഗ് ബേസ് ചെയ്തിട്ട് മോഹൻലാലിന്റെ ഒരു ഫയർ ബ്രാൻഡ് സിനിമകളുടെ ഒരു മാക്സിമം പീക്കാണ് രാവണപ്രഭു എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും നരസിംഹം ആണ് തിരിച്ചു വിടുന്നത് പുള്ളി. നരസിംഹമാണ് ഈ ഒരു മീശവരി കാറ്റഗറിയിലേക്ക് പോവുകയും പിന്നീട് എത്രയോ സിനിമകൾ അങ്ങനെ വന്നു, അതെല്ലാം പരാജയപ്പെട്ടു. എനിക്ക് അതിൽ വിജയിച്ച ഏതെങ്കിലും ഒരു സിനിമ ഉണ്ടോ എന്ന് തന്നെ പെട്ടെന്ന് ഓർമ്മ വരുന്നില്ല. അപ്പം ഇത് രണ്ടും ഉണ്ടാക്കിയ ഒരു സീറ്റ് തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ കരിയറിൽ അദ്ദേഹത്തിന്റെ മറ്റൊരു സ്റ്റാർഡമിന്റെ സൂപ്പർ സ്റ്റാർഡം അല്ലെ മെഗാ സ്റ്റാർഡത്തിലേക്ക് കൊണ്ടുപോയി. ബിസിനസ് അദ്ദേഹം ഉണ്ടായാൽ മാത്രം മതി സാറ്റലൈറ്റും നല്ല തിയേറ്റർ ഓണേഴ്സും ഒക്കെ പൈസ കൊടുക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായി. അറ്റ് ദ സെയിം ടൈം ഈ 80കളിലും 90കളിലും അദ്ദേഹം സമ്പാദിച്ച മികച്ച നടന വൈഭവം എന്നുള്ള ആ സീറ്റ് കുടുംബ പ്രേക്ഷകരുടെ ഉള്ളിലുണ്ടായിരുന്നു. അവിടുന്ന് അങ്ങോട്ട് എടുക്കേണ്ടത് ഒന്നെങ്കിൽ അദ്ദേഹം വയസ്സായിട്ടുള്ള സ്ക്രിപ്റ്റുകളിലേക്ക് പോകേണ്ടതായിരുന്നു, അല്ലെങ്കിൽ അദ്ദേഹത്തെ അപ്രോച്ച് ചെയ്യുന്ന സംവിധായകർ കുറച്ചുകൂടെ ജാഗ്രത കാണിക്കേണ്ടതായിരുന്നു. ഇത് രണ്ടും ഉണ്ടായില്ല. ചെയ്തുകൊണ്ടിരുന്നവർ പലരും പിൻവാങ്ങി. ഇപ്പം കമൽ അല്ലെങ്കിൽ സത്യനന്ദിക്കാട് അല്ലെങ്കിൽ വലിയൊരു ഗ്യാപ്പ് വന്നു അവർക്കെല്ലാം. അപ്പോൾ ഇതാണ് നരസിംഹവും രാവണപ്രഭു സിനിമകളെ കുറിച്ച് ഇത് ചെയ്യാനുള്ള. തീർച്ചയായിട്ടും തിയേറ്റർ ഇളക്കി മറിച്ചേണ്ട സിനിമകൾ തന്നെയായിരുന്നു. ഞാൻ രണ്ട് സിനിമകളും വ്യക്തിപരമായിട്ട് പലതവണ പോയി കണ്ടിട്ട് തിയേറ്ററിൽ തന്നെ കണ്ട ആളാണ്. അതിൻ്റെ ഒരു ആരാധകൻ എന്നുള്ള രീതിയിലും കണ്ടു. പക്ഷേ അതിൻ്റെ ഒരു എഫക്റ്റ് പിന്നീടായിരുന്നു നമുക്കത് തോന്നിയത്. പക്ഷെ ആ ഒരു മോഹൻലാൽ എന്ന നടനെ നോക്കുമ്പോൾ തീർച്ചയായിട്ടും അദ്ദേഹത്തിന് അതിലെ കഥാപാത്രങ്ങളുടെ ഇൻഫ്ലുവൻസ് വരെ ഉണ്ട്. ഇപ്പം അതിൽ നീലകണ്ഠൻ കാർത്തികേയനെ പറ്റി പറയുന്ന പോലെയാണ് അദ്ദേഹം പ്രണവിനെ പറ്റിയൊക്കെ പറയുന്നത്. അയാൾക്ക് അതാണ് ഇഷ്ടം അദ്ദേഹം എന്നൊക്കെ പറഞ്ഞാൽ. പിന്നെ അതുപോലെ ഒരു സ്പിരിറ്റിൻ്റെ ഒരു ഏഷ്യാനെറ്റിലെ ഒരു ഷോയിൽ
രഞ്ജിത്തുമായിട്ടിരിക്കുമ്പം ഒരു പയ്യൻ ഇത് വളരെ വളരെ അഗ്രസീവായിട്ട് പറഞ്ഞപ്പോൾ മോനെ ഈ പ്രായത്തിൽ ഈ ആവേശം നല്ലതല്ല ഇരിക്കും എന്ന് പറയുന്നുണ്ട് മോഹൻലാൽ. അത് രാവണപ്രഭുവിലെ ഡയലോഗാ. അപ്പൊ അദ്ദേഹത്തിന് ഈ വള്ളൂനയുടെ ആക്സിഡന്റ് ഒക്കെ നിങ്ങൾക്ക് നാണുണ്ടോ എന്നൊക്കെ പുള്ളി പക്ക തിരുവനന്തപുരം ആളാണ്. പക്ഷെ ഈ കഥാപാത്രങ്ങളെല്ലാം ഒറ്റപ്പാലം അവിടുത്തെ ഈ എന്താണ് തമ്പുരാൻ കഥാപാത്രങ്ങളായിട്ട് പുള്ളി കയറിയപ്പോൾ കുറെയൊക്കെ അല്ലെ സുരേഷ് ഗോപിക്ക് മറ്റേ ഒരു ഷെയ്ഡ് വന്നു എന്ന് രഞ്ജി പണിക്കരോ ഷാജി കലാസാരോ പറഞ്ഞതുപോലെ ഇദ്ദേഹത്തിനും അത്തരത്തിലുള്ള ഒരു തീർച്ചയായിട്ടും അത് മനുഷ്യരില്ലേ അതൊക്കെ ഉണ്ടാവാം. പക്ഷെ അപ്പൊ ഇത് രണ്ടുമാണ് ഇത് അദ്ദേഹത്തിനെ കംപ്ലീറ്റ് തിരിച്ചു വിട്ടത്. ഇന്നും ഈ സിനിമകൾ ഉണ്ടാക്കിയ ഒരു കിക്കും തരംഗവും ആരുടെയും മനസ്സുകളിൽ നിന്ന് പോയിട്ടില്ല. അതും ഒരു പ്രൊമോഷനും ഒന്നുമില്ലാത്ത കാലഘട്ടത്തിൽ വന്ന സിനിമകളാണ് നരസിംഹവും രാവണപ്രഭുവും. എനിക്ക് ഓർമ്മയുണ്ട് ഒരു പോസ്റ്റർ അദ്ദേഹം ലാൻഡ് ഫോണും പിടിച്ചുകൊണ്ട് മോഹൻലാൽ ഇങ്ങനെ ജുബയും മുണ്ടും കൊടുത്ത് ഇങ്ങനെ കിടക്കുന്ന ഒരു പോസ്റ്ററായിരുന്നു. അനന്തശയനം പോസ്റ്ററിൽ ഇങ്ങനെ ഫോണും പിടിച്ചുകൊണ്ട് കിടക്കുന്ന ഒരു ഷോട്ടായിരുന്നു നരസിംഹത്തിൻ്റെ പോസ്റ്റർ. അത് കണ്ട അനുഭവം നമ്മൾ വേറൊരു വീഡിയോ ഞാൻ പറഞ്ഞതാണ്. അതൊരു എന്താ പറയുന്നത്, കേരളത്തിലാണ് ഇത് സംഭവിക്കുന്നത് നമുക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. അത്ര ബ്രില്യൻ്റ് ആയിട്ടാണ് ഷാജി കൈലാസിൻ്റെ അതിലെ ഫൈറ്റ് മേക്കിങ്സും കാര്യങ്ങളും എല്ലാം നടന്നിട്ടുള്ളത്. അതുപോലെ തന്നെ നരസിംഹം എന്ന യഥാർത്ഥ നരസിംഹ അവതാരത്തിൻ്റെ ഷെയ്ഡിൽ നിന്നുകൊണ്ടാണ് രഞ്ജിത്തിൻ്റെ അതിലെ ഡയലോഗുകളെല്ലാം ഞാൻ സന്ധ്യ മയങ്ങുന്ന നേരം തൂണ് പിളർന്ന് നിന്ന് വന്ന് ഉമ്മറപ്പടിയിലിട്ട് വലിച്ചു കീറി ചോര കുടിക്കും എന്നൊക്കെ പറയുന്നത് കേട്ടിട്ട് കൈയടിക്കുകയാണല്ലോ ചെയ്തത്. അല്ലാതെ നമുക്കതിൽ മോശമായിട്ടൊന്നും തോന്നില്ല. തീർച്ചയായിട്ടും അതൊരു വലിയ ടീം വർക്ക് തന്നെയായിരുന്നു. അവരുടെ 3 പേരുടെ ഒരു ജോയിൻ്റ് ഇത് തന്നെയായിരുന്നു. ഇത് സസ്റ്റെയിൻ ചെയ്യാൻ രഞ്ജിത്തിന് തന്നെ അത് തോന്നിയോണ്ടാണ് അദ്ദേഹം പറഞ്ഞത് കറക്റ്റായിട്ട് സ്വരം നന്നായിരിക്കുമ്പോൾ നമുക്ക് ഈ പാട്ട് നിർത്താം എന്ന് അദ്ദേഹം പറഞ്ഞു. പക്ഷെ ശരിയാണ്, അത് സ്വരത്തിൻ്റെ ഏറ്റവും ബെസ്റ്റ് ഫ്ലേവറിലാണ് 2001 രാവണപ്രഭു വരെ വന്ന് നിന്നത്. അതിനുശേഷമുള്ള മിഷൂരെ പറ്റി ഞാൻ പറയുന്നത്.